പെൺ നക്ഷത്രങ്ങളുടെ കഴിവിന്റെയും വിജയത്തിന്റെയും സ്വന്തം വേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ ഇന്നും നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം നാരായണിയും അപർണയുമാണ്. അവരുടെ പാട്ടുകളും വിശേഷങ്ങളും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലും കാണാം. സോ ലെറ്റ്സ് വെൽക്കം അപർണ ആൻഡ് നാരായണി. സോ അപർണ ആൻഡ് നാരായണി, റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആൻഡ് നിങ്ങൾ എൻജോയ് ചെയ്തു നമ്മുടെ കൂടെയുള്ള നിമിഷങ്ങൾ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ നമ്മുടെ മിന്നൽ മുരളി സിനിമ നിങ്ങൾ റിലീസായ സമയത്ത് തിയേറ്റർ ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ ഞാൻ കേട്ടു. എങ്ങനെയാണ് സിനിമ കണ്ടത്? ഞാൻ ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല പാട്ടാണ്, പ്രതീക്ഷയുണ്ട്. അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. പേടിച്ചിട്ടൊക്കെ വീട്ടിലായിരിക്കാം. ഞാൻ വിചാരിച്ചു ഓക്കെ ലാപ്പിലോ അല്ലെങ്കിൽ ജസ്റ്റ് ടി വിയിലോ എവിടെയെങ്കിലും പോയി ഒന്ന് കാണാം. ഇങ്ങനെ വീട്ടിലിങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം ഇവര് ലൈക്ക് എങ്ങനെയൊന്നും ചെയ്താൽ പോരാ, നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം, നമുക്ക് പോയി കാണാം, എന്താണ് തിയേറ്ററിലൊക്കെ പോയി കാണാം. അപ്പം ഞാൻ തിയേറ്റർ പോയി എന്താ പറയുന്നത്, ഇവരറിഞ്ഞില്ലേ OTT ഇറങ്ങുന്ന കാര്യം. അപ്പം അങ്ങനെ ചോദിക്കാം. അപ്പം നമ്മുടെ ഫ്രണ്ടിന് ഒരു എഡിറ്റിംഗ് സൂട്ടുണ്ട്. അവിടെ പ്രൊജക്ടറും ബിഗ് സ്ക്രീനിലും ഒക്കെ വെച്ചിട്ട് കണ്ടു. അപ്പോൾ ഇറങ്ങിയ ടൈമിൽ സ്ട്രീം ചെയ്യുന്ന അപ്പോൾ തന്നെ നമ്മൾ 1:30 to 2 o'clock ആ സമയത്താണ് ഇത് വന്നത്. അപ്പോൾ തന്നെ പോയി കണ്ടു. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് ഗുരു സോമസുന്ദർ അദ്ദേഹത്തിൻ്റെ ആക്ടിങ്, ഈ ഒരു സിനിമയുടെ ഒരു ഹൈപ്പ്, എവറിത്തിങ് ഇറ്റ് കൗണ്ട്സ്. അപ്പം അത് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരും കൂടി ഇത് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് ഒരു നല്ലൊരു മൊമെന്റ് ആയിരുന്നു. ആൻഡ് ദക്ഷിണാമൂർത്തി സർ, അദ്ദേഹം ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം, ഒരു 20 വർഷം അല്ലേ, അതിനുശേഷം മിഴികൾ സാക്ഷി എന്ന് പറയുന്ന ഒരു മൂവിക്ക് വേണ്ടി സംഗീതം ചെയ്യുന്നു. അതിൽ അപർണയ്ക്ക് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പൊ അദ്ദേഹത്തിന് മുന്നേ പരിചയം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഒന്നുമില്ല, അന്നാണ് ആദ്യമായിട്ട് ഞാൻ നേരിൽ കാണുന്നത്. അത് ശരി. അപ്പോൾ അദ്ദേഹം അത് നേരിട്ട് പഠിപ്പിച്ചു തന്നിട്ടാണ് അതിലെല്ലാ പാട്ടുകളും പഠിപ്പിച്ചിട്ടാണ് അന്ന് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു വലിയ, ഇപ്പൊ ആലോചിക്കുമ്പോൾ ഒരു വളരെ വലിയൊരു വിലമതിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അദ്ദേഹം കൂടെ ഇരിക്കും അപ്പോഴും, റെക്കോർഡിംഗ് സമയത്ത് കൂടെ ഇരിക്കും. അപ്പോൾ ഈ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്നതും കൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നുവെച്ചാൽ ഈ മഞ്ജുതരശ്രീ ഇങ്ങനെ ഇരുന്ന് ഓരോ പ്രാവശ്യം അദ്ദേഹം പാടുമ്പോഴും അതിന് ട്യൂണിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു അയ്യോ ഇതിൽ ഏതാ ഞാൻ പഠിക്കണ്ടേന്നുള്ളൊരു ടെൻഷനായി. അപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ട് പറഞ്ഞു, ഇനി ഞാൻ ഏതാണോ പാടുന്നത് അത് റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ഈ സിനിമയ്ക്ക് ട്രാക്ക് ചിത്ര ചേച്ചിക്കും ജാനകിയമ്മയ്ക്കും ഉള്ള പാട്ടുകളുടെ ട്രാക്ക് പാടിച്ചു. അപ്പം അതും ഇതേപോലെ പഠിപ്പിച്ചു തന്നിട്ടാണ്. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞ ഒരു 3 പാട്ടുകൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. അതൊരു സോ താങ്ക് യു സോ മച്ച് ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്തതിന്. സോ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. നമ്മുടെ പെർഫോമറെ വിളിച്ച് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ കേട്ട് അവരുടെ പെർഫോമൻസ് കാണാനുള്ള സമയമാണ്. അപ്പൊ ഇന്നത്തെ റെഡ് കാർപ്പറ്റിന്റെ എപ്പിസോഡിൽ വരാൻ പോകുന്ന ആ കലാകാരിയെ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, വീണ. കാർപ്പറ്റിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. അതായത് ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, വീണ എന്ന് പേരിട്ടിട്ട് ഈ കുട്ടി വയലിൻ വായിക്കാനാണ് പോകുന്നത്. അതാണ് അതിന്റെ ഹൈലൈറ്റ്. പേരിൽ തന്നെ പക്ഷെ മ്യൂസിക് ഉണ്ട് എന്നുള്ളത്. മ്യൂസിക് ഉണ്ട്. അച്ഛനൊരു കലാകാരനായിരുന്നു. അപ്പം അച്ഛന് സംഗീതത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം അച്ഛൻ്റെ ആദ്യത്തെ മോൾക്ക് സംഗീത എന്ന് പേര് നൽകി. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമതാണ് ഞാൻ ഉണ്ടാവുന്നത്, എനിക്ക് വീണ എന്ന് പേര് നൽകി. അപ്പം ഇനി ഒരു കുട്ടിയും കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തബല എന്ന പറയുന്നത്. അത് ശരി. അപ്പൊ 2 കുട്ടികൾ, ചേച്ചി അതായത് ചേച്ചിയും അനീത്തി മാത്രമേ ഉള്ളൂ അല്ലെ? ഓക്കെ. അപ്പൊ എങ്ങനെയാണ് അതായത് ഈ വയലിൻ പഠിത്തം, അതിന്റെ ഒരു പഠന വിശേഷങ്ങൾ പറയും. ഇതിലേക്ക് വരാൻ കാരണം തന്നെ എൻ്റെ അച്ഛനാണ് ഈ വയലിൻ പഠിക്കാൻ തന്നെ എനിക്ക് സാഹചര്യം ഉണ്ടാക്കി തന്നത്. അച്ഛൻ ഗിറ്റാർ വായിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പഠിക്കുന്ന പോലെ അല്ലായിരുന്നു ഞാൻ ഇത് പഠിച്ചത്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നു ഞാൻ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് ഒളിച്ചാണ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നായിരുന്നത്. ഒളിച്ച് പഠിക്കാൻ. അതായത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് വീടൊക്കെ വിറ്റ് ഞങ്ങൾ വാടകയ്ക്കൊക്കെ പോയിരുന്നു. അപ്പോൾ വാടക കൊടുക്കാൻ കാശില്ലാത്ത ഒരാള് വയലിൻ പഠിക്കാൻ പോകുമ്പോൾ അങ്ങനെ ഒരു ആൾക്കാർ പറയുമല്ലോ. അപ്പം അത് കാരണം ഞങ്ങൾ വെളുപ്പിന് ഒരു 5 മണിയാകുമ്പോൾ ഞാനും അച്ഛനും എൻ്റെ ചേച്ചിയും കൂടിയാണ് വയലിൻ പഠിക്കാൻ പോണേ. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് എല്ലാവരും എനിക്കുന്നതിന് മുമ്പ് തന്നെ 7:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തും. പിന്നെ വയലിൻ
കേസിൽ എടുത്തോണ്ട് പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും കാണുമല്ലോ. കാണും അതെ. അപ്പൊ അത് കാരണം ഞങ്ങള് മറ്റേ അന്നത്തെ ബിഗ് ഷോപ്പറില് ശോ. പേപ്പർ ഇട്ട് പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് മൂട്ടി കെട്ടിയാണ് പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത്. ഡെഡിക്കേഷൻ. പിന്നെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പൊതുവെ അത് അറിയുമല്ലോ, കുറെ എന്ത് രഹസ്യമാണെങ്കിലും നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പെർഫോം ചെയ്യണമെങ്കിലോ അതായത് നിങ്ങളുടെ നാട്ടില് വല്ല അമ്പലത്തിലോ അങ്ങനെയൊക്കെ വരുമ്പോഴോ? 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയായിരുന്നു. വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കേട്ടിട്ട് അങ്ങനെ. അതാണ് രസം. അച്ഛൻ വെളുപ്പിന്, അപ്പം ഞാനന്ന് കുഞ്ഞാണ്, ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് പഠിക്കാൻ തുടങ്ങിയത്. അപ്പം ചെറുതായിരുന്നിട്ട് വരെ നിർബന്ധിച്ച് അച്ഛൻ രാവിലെ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമായിരുന്നു. അതും 5:30 മുതലാണ് ടൈം. അപ്പം ഞായറാഴ്ച ദിവസങ്ങളിൽ അപ്പം അമ്മ പറയും കൊച്ചല്ലേ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞാലും അച്ഛൻ പറയേ അത് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചു. അപ്പൊ ചിലപ്പോഴൊക്കെ ഉറക്കപ്പിച്ചിലായിരിക്കും വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യണത്. അങ്ങനെയാണ് പഠിച്ചു പോകുന്നത്. ഇപ്പോ അതായത് MA റാങ്ക് ഹോൾഡറായിട്ട് പാസ് ചെയ്തു അല്ലേ? അത് 3rd റാങ്കോട് കൂടി ആഫ്റ്റർ മാരേജ് ആണല്ലേ? ആഫ്റ്റർ മാരേജിന് ശേഷം. വയലിൻ തന്നെയാണോ മെയിൻ ആയിട്ട് പഠിച്ചത്? MA എടുത്തത് വയലില്ല. വയലിൽ തന്നെ. ഗ്രേറ്റ്, അടിപൊളി. അപ്പോൾ അത് ഹസ്ബൻഡിന്റെ ഫാമിലിയുടെ സപ്പോർട്ട് അവിടെ വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണ് തിരിച്ചു വന്നതല്ലേ? സോ അവരെ കുറിച്ചിട്ട് പറയും. ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തുനിന്നും നല്ല സപ്പോർട്ടായിരുന്നു. അച്ഛനും ഭയങ്കര സന്തോഷമായിരുന്നു MA എടുത്തതിൽ. ഹസ്ബൻഡിൻ്റെ അടുത്തുനിന്നും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ പോക്കുവരവൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും 2 വർഷമായിരുന്നു MA കോഴ്സ്. 1 വർഷമാണ് പോണ്ടി വന്നുള്ളൂ. അതിനകത്ത് 1 വർഷം എന്ന് വെച്ചാൽ കൊറോണ വന്നത് എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ കൊറോണ വന്നത് സന്തോഷമുള്ള. കോളേജിലെ ടീച്ചേഴ്സും പറയും മറ്റേ വീണയ്ക്ക് വേണ്ടിയാണ് കൊറോണ പറയാറുണ്ട്. സോ നല്ല, അതായത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മുടെ ഒരു ആഗ്രഹമാണ് എല്ലാത്തിനും പ്രധാനം. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ അവിടെ എത്തിച്ചേരും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം അച്ഛനായിരുന്നു. അച്ഛന് ഭയങ്കര ഇതായിരുന്നു MA വയലിൻ എടുക്കണം എന്നുള്ളത്. വെരി ഗുഡ്. നമുക്ക് കൂടെ വന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് നമുക്ക് അച്ഛനെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? നമസ്കാരം, റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛൻ ആദ്യം തന്നെ സംസാരിക്കാം. പേര് വാസു. അച്ഛാ പറയൂ, അതായത് മകളെ ഒരു MA റാങ്ക് ഹോൾഡറായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി കാണും അച്ഛനെന്ന് വീണ തന്നെ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു ആ ഒരു പ്രതീക്ഷ? എനിക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം മോളെ ഒരു നല്ല ലെവലിൽ തന്നെ നല്ല സംഗീതത്തിൽ ഉന്നതിയിൽ എത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാധിച്ചു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഇനിയും പഠിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് പോകണം എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ മിടുക്കിയായിട്ട് MA റാങ്ക് ഒക്കെ വാങ്ങിച്ച് ആ വയലിൻ കൂടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് എന്നും ഉണ്ടാവും അല്ലേ? അതിന് കൂടെ അച്ഛന് സപ്പോർട്ടായിട്ടൊരു മരുമകനെ കൂടി വന്നിട്ടുണ്ടോ അദ്ദേഹം? വന്നിട്ടുണ്ട്. അപ്പോൾ താങ്കളാണ് അതായത് 7 വർഷത്തിന് ശേഷം വീണ്ടും ഈ കലയിലേക്ക് വീണയെ കൈപിടിച്ച് ഉയർത്തിയത്. സംഗീതത്തോടൊക്കെ മുന്നേ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണോ? താല്പര്യമുണ്ട്, പാട്ടുകൾ കേൾക്കാറുണ്ട്. എന്ത് ചെയ്യുന്നു ചേട്ടൻ? എന്താ ചെയ്യുന്നത്? എനിക്ക് കോൺട്രാക്ട് വർക്കാണ്. വർക്കാണ്. ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ വൈഫിന്റെ കൂടെ ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉണ്ട്. സോ താങ്ക് യു സോ മച്ച് ഈ ഒരു കലാകാരിയെ വളർത്തിയതിൽ. ഇതാണ് സംഗീത ആൻഡ് ഹസ്ബൻഡ് അല്ലേ? ഓക്കെ. സോ പറയൂ സംഗീത ചേച്ചി, എന്താണ് നിങ്ങളുടെ പാട്ട് പഠിത്തത്തെ കുറിച്ചിട്ടൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു. അപ്പൊ ചേച്ചി ഇപ്പൊ എങ്ങനെയാണ് ആ പാട്ടിനെ കൊണ്ടുപോകുന്നത്? അന്ന് കൂടെ പോയില്ല, പാട്ട് പഠിക്കാൻ പോയില്ല? ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ വെളുപ്പിന് എന്തിനു പോയി? കൂടെ കൊണ്ടുപോകാൻ. അപ്പൊ ചേച്ചി എങ്ങനെയാണ് പൊതുവെ കൂടെ എപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണോ? ആയിരുന്നു. ഇപ്പൊ അങ്ങനെ എന്തായാലും ഒരു മെന്റൽ സപ്പോർട്ട് ഇപ്പോഴും തീർച്ചയായിട്ടും ഉണ്ട്. സോ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഇത് ഹസ്ബൻഡ് അല്ലേ? അദ്ദേഹത്തിന്റെ പേര് ജിജിമോൻ. എന്ത് ചെയ്യുന്നു? എനിക്ക് സിമെന്റിലെ ആർട്ട് വർക്കാണ്. പള്ളിയുടെ ആൾക്കാരൊക്കെ ഈ കോടനാട് തന്നെ മൊത്തത്തിൽ കലാകാര കുടുംബമാണ് അല്ലേ? ശരി. അപ്പൊ എന്തായാലും എല്ലാവരും പരിചയപ്പെട്ടതിൽ സന്തോഷം. അപ്പൊ എന്തായാലും ഇനി നമുക്ക് വയലിൻ ആ പെർഫോമൻസിലേക്ക് അങ്ങ് കടക്കാം. റെഡി അല്ലേ? റെഡി. ഓൾ ദി ബെസ്റ്റ്.
വയലിൻ പഠിക്കുക, അത് നന്നായിട്ട് വായിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് വളരെ കുറച്ചല്ലേ, എസ്പെഷ്യലി വയലിൻ കുറച്ച് പാടുള്ള ഇൻസ്ട്രുമെന്റ് അല്ലേ. അതാ നല്ലൊരു സോങ് സെലക്ഷനും കൂടിയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പെർഫോം ചെയ്തത്. അപ്പൊ എല്ലാം കൊണ്ടും ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എല്ലാവരും. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. എന്തായാലും നമുക്ക് നല്ലൊരു സമ്മാനം വീണയ്ക്ക് കൊടുക്കണം. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദി അമൃത TV ഒരുക്കി തന്നതിൽ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ലായിരുന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു ഇന്നത്തെ എപ്പിസോഡ് കലക്കി. താങ്ക് യു സോ മച്ച് നാരായണി ആൻഡ് താങ്ക് യു സോ മച്ച് അപർണ. ഞങ്ങൾക്ക് ആക്ച്വലി ബിഗ് താങ്ക്സ് for this platform, Red Carpet like ഇത്രയും fun and energetic with സ്വാസിക, very lovely person. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായി. അമൃത ടിവിക്ക് ഒരു വലിയ താങ്ക് യു. റെഡ് കാർപ്പറ്റ് എന്നുള്ള വളരെ പോപ്പുലർ ഷോയില് വരാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങൾ അടിച്ചു പൊളിച്ചു ഇന്നത്തെ എപ്പിസോഡ് കൊണ്ടുപോയി. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആൻഡ് നമുക്ക് വീണയുടെ ഒരു പെർഫോമൻസ് കൂടി കാണാനുണ്ട്. പ്രേക്ഷകർ എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പെർഫോമേഴ്സുമായിട്ട് നമ്മൾ തിരിച്ചു വരും. Keep watching us. Till then, take care and bye-bye. This is Red Carpet.